ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പാളിപ്പോയൊരു കോളിഫ്ലവർ കറിയുടെ കഥയാണ് പറയാനുള്ളത്. ഇന്ന് അച്ഛന് വൈകിട്ട് ചപ്പാത്തി മതി എന്ന് പറഞ്ഞതുകൊണ്ട് ചപ്പാത്തിയും കോളിഫ്ലവർ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഞാൻ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരേയൊരു സന്താനം എൻ്റെ പ്ലാനിങ് എല്ലാം തെറ്റിച്ചു. നല്ലപോലെ സഹകരിച്ചതുകൊണ്ട് കറിയാക്കാൻ ഏകദേശം 7 മണിയായി. പിന്നെ എല്ലാം ഒരു തട്ടിക്കൂട്ടലായിരുന്നു. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തു. അതൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പച്ചമുളകും ഉള്ളിയും, ഒരു ഉള്ളി മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ, അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത്. മല്ലിപ്പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് ഏകദേശം ഒരു ചിക്കൻ വരട്ടിയ സ്റ്റൈലിലുള്ള കറിയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ വെപ്രാളപ്പെട്ട് ചെയ്തപ്പോൾ ഇതൊക്കെ ഇടാൻ ഞാൻ മറന്നുപോയി. മല്ലിപ്പൊടിയും ഗരം മസാലയും ഒന്നും ഇട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് വഴറ്റി വന്നപ്പോഴേക്കും അതിലേക്കൊരു തക്കാളിയും കൂടി ചേർത്ത് ഒന്നുകൂടി മൂപ്പിച്ചെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു. വെള്ളം ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ചിക്കൻ വരട്ടിയ പോലത്തെ ഒരു ബ്രൗൺ കളർ മസാലക്കറിയായിരുന്നു. പക്ഷെ കിട്ടിയത് അമ്മ രാവിലെ അയല മുളകിട്ടതുപോലത്തെ ചുവന്ന കളറിലുള്ളൊരു കോളിഫ്ലവർ കറിയായിരുന്നു. എന്തായാലും ഫ്ലോപ്പായി. എന്നാൽ പിന്നെ ഉള്ളത് കൊണ്ട് ഒപ്പിക്കാമെന്ന് കരുതി അതിലോട്ട് നേരത്തെ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ച് വെച്ച കോളിഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അമ്മയ്ക്കുള്ള കട്ടൻ ചായ ഉണ്ടാക്കാം. അതവിടെ ഒരു സൈഡിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മറു സൈഡിലായിട്ട് ചപ്പാത്തിക്കുള്ള പരിപാടികൾ ഞാൻ നോക്കുന്നുണ്ട്. ഇനി അത് തിളച്ച് വന്നപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ചപ്പാത്തി ഉണ്ടാക്കി. കറിക്ക് ഇച്ചിരി എരിവ് കൂടിപ്പോയെങ്കിലും ടേസ്റ്റ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.